ലീഗൽ ഡെസ്കിൽ നിന്ന് ഷപ്ന സിയാദ് കൂടി ചേരുകയാണ്. ഷപ്ന, നമുക്കറിയാം 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ 20 മാസത്തോളം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് ഇപ്പോൾ ഈ വിധി വരാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഏത് തരത്തിലുള്ള ഒരു ശിക്ഷാവിധിയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്? പൊതുവെ നിയമ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ സാധ്യതകളാണ് കൽപ്പിക്കപ്പെടുന്നത്? ലക്ഷ്മി, ഈ കേസിൽ 14 പേരെയാണ് കുറ്റക്കാരാണ് എന്ന് കൊച്ചിയിൽ പ്രത്യേക CBI കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ഈ 14 പേരിൽ 4 CPMന്റെ നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടുന്ന മറ്റ് CPM പ്രവർത്തകരായ 14 പേരാണ് ഇതിൽ കുറ്റക്കാർ. അതോടൊപ്പം തന്നെ ഈ കേസിൽ എടുത്തു പറയേണ്ടത് ഒരു മുൻ MLAയുടെ പങ്കാളിത്തമാണ്. ഈ മുൻ MLA ഉത്തുമ MLA കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇതിലെ ആദ്യ 8 പ്രതികൾ കൊലക്കുറ്റം ചെയ്തു എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. അതായത് പി പീതാംബരൻ ഉൾപ്പെടെയുള്ള 8 പ്രതികൾ കൊലക്കുറ്റം, നേരിട്ട് കൊല നടത്തി എന്ന കുറ്റം അവർക്കെതിരെ തെളിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 പേർ, 10-ാം പ്രതിയും 14-ാം പ്രതിയും 15-ാം പ്രതിയും, ഇവർ 2 പേരും ഈ കൊലക്കുറ്റത്തിന് കൃത്യമായി ഗൂഢാലോചന നടത്തിയതിൽ പങ്കാളിയാണ് എന്നും കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ 10 പേർക്ക്, അതായത് 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും ഈ 15 പ്രതികൾക്കും ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് അവർ ചെയ്തിട്ടുള്ളത്. കോടതി അത് ഏത് തരത്തിലായിരിക്കും വിധിക്കുക എന്നത് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. പക്ഷേ ജീവപര്യന്തം വരെ തടവ്, അതായത് ഈ ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്ന് പറയുമ്പോൾ ആ കുറ്റം സമാനമായ കുറ്റകൃത്യം, കൊലക്കുറ്റം ചെയ്തു എന്ന് തന്നെയാണ് അതിന് നിയമപരമായി അർത്ഥമാക്കുക. അതുകൊണ്ട് തന്നെ ഈ 10 പ്രതികൾക്ക് ജീവപര്യന്തം തടവായ അതിനുള്ള കുറ്റമാണ് ഇവർ ചെയ്തിട്ടുള്ളത്. മറ്റ് പ്രതികളിലേക്ക് വന്നാൽ മറ്റ് 4 പ്രതികളുടെ കാര്യത്തിൽ ഈ മറ്റ് 4 പ്രതികളും ഈ 2-ാം പ്രതിയായ സജി എന്നയാളെ ഈ പോലീസ് സ്റ്റേഷനിലെത്തി ബലമായി മോചിപ്പിച്ചു, അല്ലെങ്കിൽ ഇവരെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്നതാണ്. ഇത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 7 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ഇവർ ചെയ്തിട്ടുള്ളത്. കോടതി ഇനിയിപ്പോൾ ഏതായാലും 11 മണിയോടെ ഈ കേസിലെ വിധി പറയും. ഇവർക്ക് ഏത് തരത്തിലുള്ള ശിക്ഷയാണ് നൽകേണ്ടത് എന്നത് സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ ഈ ആദ്യ 8 പ്രതികൾ 2019 മുതൽ ജയിലിലാണ്. ഈ ജയിലിലായ കാലയളവ് കഴിച്ചുള്ള ശിക്ഷയായിരിക്കും ഇവർ ഇനി അനുഭവിക്കേണ്ടി വരിക. ഇപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ 10 അല്ലെങ്കിൽ 10 വർഷം തടവോ അങ്ങനെയാണെങ്കിൽ 2019 മുതൽ ഇവർ ജയിലിൽ കിടന്ന കാലയളവ് കഴിഞ്ഞ് ബാക്കിയുള്ള ശിക്ഷയായിരിക്കും ഈ പ്രതികൾ അനുഭവിക്കുക. ഏതായാലും CBI 24 പേരെ പ്രതി ചേർത്തെങ്കിലും 14 പേരെയാണ് കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയത്. 10 പേരെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ 14 പേരായിരുന്നു പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്നത്. CBI ആണ് 10 പേരെ കൂടി പ്രതി ചേർത്തത്. CBI പ്രതി ചേർത്ത 4 പേരെയാണ് ഇപ്പോൾ കോടതി കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അവർക്കാണ് ഇന്ന് ശിക്ഷ വിധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ മുൻ MLA നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ കുറ്റക്കാരനായിരുന്നില്ല. CBI അന്വേഷിച്ചപ്പോഴാണ് MLAയെ പ്രതി ചേർത്ത് ഈ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയത്.